കല്ലമ്പലം MDMA കേസിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യപ്രതി സഞ്ജുവിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തിയതിലൂടെ സിനിമാ മേഖലയിൽ അടക്കമുള്ള ലഹരി ഇടപാടുകളെ സംബന്ധിച്ചുള്ള സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മറ്റൊരു സംഘത്തെയും ചുമതലപ്പെടുത്തി. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? മനീഷ്, കേരളത്തിൽ തന്നെ പിടികൂടുന്ന MDMA അളവിൽ പിടികൂടുന്ന ഏറ്റവും വലിയ കേസിൽ ഒന്നുകൂടിയാണ് ഈ കല്ലമ്പലത്തെ കേസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജു അല്ലെങ്കിൽ സൈജുവിൻ്റെ ഫോൺ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഒട്ടേറെ പ്രമുഖരമായിട്ടുള്ള ചിത്രങ്ങളും ഇവരുമായിട്ടുള്ള ചില ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല. അത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണമെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ സേനയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുമായി, അതായത് സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകളുമായി ഇയാൾ ബന്ധപ്പെട്ടതിൻ്റെ തെളിവ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ മേഖലയെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഒരു സ്പെഷ്യൽ ടീമിനെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വർക്കലയിൽ, അതായത് വർക്കലയാണ് ഈ സഞ്ജുവിൻ്റെ പ്രധാനപ്പെട്ട ഈ MDMA വിപണനം നടത്തുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. ഇവിടെ കഴിഞ്ഞ വർഷം, അതായത് മലയാള സിനിമാ മേഖലയിൽ നേരത്തെ ലഹരി ഉപയോഗിച്ച് വിവാദത്തിലായ ഒരു നടൻ അവിടെ ഒരു വർഷം മുൻപ് ഈ സഞ്ജുവിൻ്റെ ബിനാമി ഇടപാടിലുള്ള ഒരു റിസോർട്ടിലെത്തി ദിവസങ്ങളോളം താമസിക്കുകയും ലഹരി ഉപയോഗിച്ചു എന്നതിൻ്റെ തെളിവ് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവാണ് പോലീസിന് വേണ്ടത്. അതുകൊണ്ട് എങ്കിൽ മാത്രമേ അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കസ്റ്റഡി അപേക്ഷയിൽ ഇന്ന് കസ്റ്റഡി ലഭിച്ചാൽ ഈ 4 പ്രതികളെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ.